ശ്രീ റോണി കെ ബേബിയിലേക്ക്. ശ്രീ റോണി, ഒരു തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ആക്രമിക്കാൻ കഴിയുന്ന ആളാണ് ഇ.പി. ജയരാജൻ എന്ന് കണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുകയാണ് എന്നാണ് ഇടത് ചേരിയിലെ ആരോപണം. ഇ.പിയും അതുതന്നെയാണ് പറയുന്നത്. എന്നെ വെച്ച് ഒരു വാർത്തയുണ്ടാക്കാൻ നോക്കുകയാണ്. രാജ്യം ഒട്ടനവധി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ആണിത്. അതൊന്നും ചർച്ച ചെയ്യാതെ എന്നെ വെച്ചൊരു വാർത്തയുണ്ടാക്കാൻ നോക്കുന്നു എന്ന് ഇ.പി. ജയരാജൻ പറയുമ്പോൾ ഈ ആരോപണം അത്ര കഴമ്പുള്ളതാണെന്ന് വാദിക്കാൻ കോൺഗ്രസിന് എന്തുണ്ട് കയ്യിൽ? ഈ ഇ.പി. ജയരാജനെതിരെയുള്ള ആരോപണങ്ങൾക്ക് കാരണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയാവാൻ കാരണം അദ്ദേഹത്തിന് തന്നെ ചില പ്രസ്താവനകളാണ്. അതും തീർത്തും സംശയാസ്പദമായിട്ടുള്ള പ്രസ്താവനകൾ. കാരണം കോൺഗ്രസ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ആരോപിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ്. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലം മുതൽ തന്നെ വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ്. അതിനെ സാധൂകരിക്കുന്നതുമായിട്ടുള്ള പ്രസ്താവനകൾ RSSന്റെ അന്നത്തെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും തന്നെ ഉണ്ടായിട്ടുമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കേരളത്തിലെ കഴിഞ്ഞ 40 നിയമസഭാ സീറ്റുകളിൽ CPM-ഉം BJP-യും തമ്മിൽ ധാരണ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് RSSന്റെ വലിയ താത്വികാചാര്യനായിട്ടുള്ള ബാലശങ്കറാണ്. ഇന്ത്യയിൽ RSSന്റെ ഒരു ശ്രേണി എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 3-ാമതെയോ 4-ാമതെയോ ലെവലിൽ നിൽക്കുന്ന ആളാണ് ഈ ബാലശങ്കർ. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ അത്രമാത്രം നിഷ്കളങ്കമാണ് എന്ന് തള്ളിക്കളയേണ്ടതില്ല. പക്ഷെ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇ.പി. ജയരാജന്റെ തന്നെ ചില പ്രസ്താവനകൾ, അത് ഈ സംശയം, ഈ CPM-ഉം BJP-യും തമ്മിലുള്ള ബന്ധം കൂടുതൽ അരക്കിട്ട് ഉറപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം പറയുകയാണ്, BJP-യുടെ സ്ഥാനാർത്ഥികൾ ആരും മോശക്കാരല്ല, ഏറ്റവും മിടുക്കരായ സ്ഥാനാർത്ഥികളാണ്. എന്നാൽ BJP-യുടെ നേതാക്കൾ പോലും പറയാത്ത കാര്യങ്ങളാണ്. ചില പാർലമെന്റ് മണ്ഡലങ്ങളിൽ BJP-യുടെ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ BJP-ക്ക് അകത്ത് തന്നെ പ്രതിഷേധവും പൊട്ടിത്തെറിയും ഒക്കെ ഉണ്ടായി. പ്രത്യേകിച്ച് ശ്രീ റോണി, ഞാൻ താങ്കളിലേക്ക് വരാം, കൂടുതൽ സമയം തരികയും ചെയ്യാം. ഞാൻ പെട്ടെന്നൊന്ന്